കർണാടക കൈപ്പിടിയിൽ ഒതുക്കി കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 224-ൽ 136 സീറ്റുകളിലും കോൺഗ്രസ് മുന്നേറുകയാണ്. BJP 64 സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്നു. JDSനുള്ളത് 20 സീറ്റ് മാത്രമാണ്. വിവരങ്ങളുമായി അജി കുഞ്ഞുമോനുണ്ട് ബംഗളൂരുവിൽ നിന്നും. അജി, വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അത് കോൺഗ്രസിന് സാധ്യമായിരിക്കുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് പോലും വിജയിക്കാത്ത രീതിയിലുള്ള ഒരു മേൽക്കൈയാണ് കർണാടകയിലെ ജനങ്ങൾ കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ BJP അവിടെ തകർന്നടിയുന്ന കാഴ്ച, JDS തകർന്നടിയുന്ന കാഴ്ച. എന്തൊക്കെയാണ് ഈ അവസാന നിമിഷത്തിൽ ഈ സമയം നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? ഈ നിമിഷം എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഞാൻ പങ്കുവെക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി ആരാവണമെന്നുള്ള ഒരു ധാരണ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വന്നു കഴിഞ്ഞു. 2.5 വർഷം സിദ്ധരാമയ്യയ്ക്കും 2.5 വർഷം ശിവകുമാർ, അതായത് നൽകാനെ കൊണ്ടാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അത് നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം വരും. ഈ പ്രഖ്യാപനമാണ് ഇപ്പോഴത്തെ ഈ നിമിഷത്തിൽ ഏറ്റവും പുതിയ വാർത്ത. അത് നാളെ ഇതുമായി സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. ഒരുപക്ഷെ ഇന്ന് ഉണ്ടാകുമെന്നാണ് കരുതിയത്. അത് നാളത്തേക്ക് ഈ പ്രഖ്യാപനം മാറ്റിയിരിക്കുന്നു. ഈ പത്രസമ്മേളനം, അതായത് ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി, സിദ്ധരാമയ്യ അടക്കമുള്ള ആളുകളുമായി അല്പസമയം തന്നെ ഈ പത്രസമ്മേളനം ഇവിടെ ആരംഭിക്കും. ഈ പത്രസമ്മേളനത്തിന് തീർച്ചയായും ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷെ ആ പ്രഖ്യാപനം ഉണ്ടായില്ല. മറിച്ച് ഇന്ന് നടക്കാൻ പോകുന്നത് ഒരു നന്ദി പറച്ചിൽ മാത്രമായിരിക്കും ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. അല്പസമയം മുൻപാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത്. 2.5 വർഷം എന്നുള്ള ആ ഒരു ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ഫോർമുലയാണോ? ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക എന്ന് നേരത്തെ തന്നെ പാർട്ടി അണികളും പ്രവർത്തകരും ഒക്കെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഹൈക്കമാൻഡിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു സമവായ നീക്കത്തിലേക്ക് വന്നത്. ഒരു പക്ഷേ ഇത് മാറി മറിയാനുള്ള സാധ്യതകളും നമുക്ക് ഉണ്ട്. അത് ഒരു നാളെ ഈ പ്രഖ്യാപനത്തിലൂടെ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുള്ള മാറി മറിയാനുള്ള സാധ്യതകളുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ MLA-മാരെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലിയ കടമ്പ ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുണ്ട്. അതിനിടയിൽ ഇത്തരത്തിൽ ഒരു ചർച്ച വേണ്ട എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ നിലവിൽ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കർണാടകയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വാർത്തയാണ് ഇത്. നമ്മളോട് പറഞ്ഞത് തീർച്ചയായും കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ABE എന്നുള്ളത്. ഈ ഒരു ഫോർമുല നേരത്തെ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരുന്ന ഫോർമുലയാണ്. ആ ഒരു ഫോർമുല തന്നെയാണ് ഇപ്പോൾ ഇവിടെ അംഗീകരിച്ചിരിക്കുന്നത്. സിദ്ധരാമയ്യയും ശിവകുമാറും അംഗീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് വരും മണിക്കൂറുകൾക്ക് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം MLA-മാരുമായിട്ട് എല്ലാം തന്നെ കൂടിക്കാഴ്ചകൾ നടത്തണം. ഈ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മന്ത്രിസഭാ യോഗവുമായി ബന്ധപ്പെട്ട്, അതായത് മന്ത്രിസഭയിൽ ആരൊക്കെ വേണം, ആർക്ക് സിദ്ധരാമയ്യയുടെ പക്ഷത്ത് നിന്ന് ഇത്ര പേർ, ശിവകുമാറിന്റെ പക്ഷത്ത് നിന്ന് ഇത്ര പേർ എന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളൊക്കെ തീർച്ചയായും ഉണ്ടാവും. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചടുലമായ നീക്കങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം വരുമെന്നാണ്. ഇത് CM സ്ഥാനാർത്ഥി നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അജി, അതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഒരു പക്ഷേ അജി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നന്ദി പറച്ചിലിന്റെ ഒരു പത്രസമ്മേളനം, ഒരു വാർത്താ സമ്മേളനം മാത്രമായിരിക്കും. പക്ഷേ നിലവിൽ അവിടെ സീറ്റ് നില സംബന്ധിച്ച് ഇനി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ 136 ഇടത്താണ് കോൺഗ്രസ് ഉള്ളത്, 64 ഇടത്ത് BJP ഉണ്ട്, 20 ഇടത്ത് JDS ഉണ്ട്. ആ ഒരു നിലയിൽ ആ ഒരു സീറ്റ് നിലയ്ക്ക് ഇനി മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ സീറ്റുകളിൽ ഇനി ഒരു മാറ്റം വരാൻ സാധ്യത. കാരണം കൗണ്ടിങ്ങുകളെല്ലാം തന്നെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അവസാനിച്ചതാണ്. അത്തരത്തിൽ അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഈ വേദിയിൽ വെച്ച് ഒരു പക്ഷേ മുഖ്യമന്ത്രി പ്രഖ്യാപന സാധ്യത ഉണ്ടെന്നുള്ളായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ അത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മുഖ്യമന്ത്രി നേരത്തെ തന്നെ, അതായത് സിദ്ധരാമയ്യ ശിവകുമാർ തമ്മിലുള്ള ഒരു ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലവും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഒരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷെ അത് ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇത് പുറത്തുവിടുന്നത് നാളെ മാത്രമേ പുറത്തുവിടുകയുള്ളൂ.
ഒരു പക്ഷേ ഈ ഇരുവരും ഇവിടെ ഈ വേദിയിൽ വന്ന് ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ പോലും കാര്യങ്ങൾ മാറി മറിയാനുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം ഈ കർണാടക രാഷ്ട്രീയം നമുക്കറിയാം, എബി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിജയിച്ച ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ MLA-മാരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വലിയൊരു കടമ തന്നെയാണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ ഒരുപക്ഷെ മാറി പറയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ഫോർമുല ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ള അംഗീകരിക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെയാണുള്ളത്. കാരണം DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അല്പസമയം മുൻപ്, മണിക്കൂറുകൾക്ക് മുൻപ് പത്രസമ്മേളനം നടത്തിയപ്പോൾ പോലും പറഞ്ഞു, കോൺഗ്രസിന് ഞാൻ നൽകിയ തിഹാർ ജയിലിൽ ഞാൻ കടന്നപ്പോൾ സോണിയാഗാന്ധിക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരിക്കുന്നു, കർണാടക നിങ്ങൾക്കായി ഞാൻ നൽകും എന്ന് വികാരാധീതനായി പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ കോൺഗ്രസിന്റെ ഏറ്റവും കടുത്ത അനുയായി, കടുത്ത ഗാന്ധി കുടുംബത്തിന്, പ്രത്യേകിച്ച് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തൻ, ആ വിശ്വസ്തൻ ഹൈക്കമാൻഡ് പറയുന്നതിനപ്പുറം പോകില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമുക്ക് അറിയാം. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പോലും ഈ സിദ്ധരാമയും ഒപ്പം തന്നെ ശിവകുമാറും വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒന്നും വാക്കുകൾ നിരാകരിക്കാനുള്ള സാധ്യതകൾ ഒന്നും തന്നെയും കാണുന്നില്ല. വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഒന്നും തന്നെയും സാധ്യതയില്ല. എന്തായാലും നാളെ അറിയാൻ പറ്റും ആരായിരിക്കും കന്നഡയിലെ ഈ മുഖ്യമന്ത്രി. നമുക്കറിയാം, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ എങ്കിൽ ഓരോ ജയിച്ച സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി ഇവിടേക്ക് വരുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ വിജയിച്ച സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പറയുവാൻ കഴിയില്ല. അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികൾ ആ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. ഓരോ ആളുകളായി എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഏതായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഈ ക്യാമ്പ് ഉള്ളത്. കാരണം ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും ചില പരിമിതികളുണ്ട്. കാരണം അത്രത്തോളം ദേശീയ മാധ്യമങ്ങൾ അടക്കം തമ്പടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ വലിയ രീതിയിലുള്ള മാധ്യമ പട തന്നെയുണ്ട്. അതിനിടയിലാണ് ഈ സ്ഥാനാർത്ഥികളുടെ വരവ്. അപ്പോൾ അത്തരത്തിൽ ആളുകളെല്ലാം, സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. സമയത്തിനകം തന്നെ അവർ എന്തായാലും ഇവർ എത്തിയ സ്ഥിതിക്ക്, സ്ഥാനാർത്ഥികൾ എത്തിയ സ്ഥിതിക്ക് തീർച്ചയായും DKയും സിദ്ധരാമയും അല്പസമയത്തിനകം തന്നെ ഞാൻ നിൽക്കുന്ന ഈ വേദിയിൽ അവർ ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ആവേശത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത്. ഏതായാലും നാളെ അറിയാം കർണാടക രാഷ്ട്രീയത്തിന്റെ ഭാവി. ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ ഈ പറയുന്നത് KPCC-യിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രഹസ്യ വിവരങ്ങളാണ്. ആ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ആ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. 2.5 വർഷത്തെ ഫോർമുല ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഫോർമുല, ആ ഫോർമുല അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഇതിനു മുൻപ് തീരുമാനിച്ചിരുന്നത് ഉപമുഖ്യമന്ത്രി പദം DKക്ക് നൽകുക, പിന്നെ സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രി പദം നൽകുക എന്നുള്ള തരത്തിലായിരുന്നു നേരത്തെ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ആ തീരുമാനം ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്നു. അതിനുള്ള, അതായത് നേരത്തെ ഉണ്ടാക്കിയ ആ തീരുമാനത്തിൽ നിന്നും മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുന്നു, അതിനുശേഷമുള്ള 2.5 വർഷം DK ശിവകുമാർ ആകുന്നു. ആ ഒരു ഫോർമുലയിലാണോ?